സുബ്ഹാനഹു വ തആല അവന്റെ സ്വാലിഹീങ്ങളിൽ മുത്തഖീങ്ങളായിട്ടുള്ള അടിമകളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രവാചകത്വ ലബ്ധിക്ക് മുമ്പും ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിക്കുന്ന സാഹചര്യവും അതിൻ്റെ മുമ്പുള്ള സാഹചര്യവും ചരിത്രങ്ങളിലൂടെയും മറ്റുമൊക്കെ വായിച്ചും പഠിച്ചും മനസ്സിലാക്കിയ ആളുകളാണ് നമ്മൾ. തീർത്തും അന്ധകാരത്തിൽ കഴിഞ്ഞുകൂടിയിരുന്ന ഒരു സമൂഹം, എന്നാൽ ചില സ്വഭാവ ഗുണങ്ങളൊക്കെ അവരിൽ ഉണ്ടെങ്കിൽ കൂടി, കുടുംബബന്ധം ചേർക്കുന്ന വിഷയമാണെങ്കിലും ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്ന നല്ല സമ്പ്രദായം കാത്തു സൂക്ഷിക്കുന്നവരാണെങ്കിലും മറ്റനേകം വൈകൃതങ്ങളും അപജയങ്ങളുമൊക്കെ ഉണ്ടായിരുന്ന ഒരു സമൂഹം. ഏറ്റവും പ്രധാനമായുള്ളത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ നിന്നും പിന്തിരിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിന് സമന്മാരെ നിശ്ചയിച്ചുകൊണ്ട്, ശരീക്കുകളെ നിശ്ചയിച്ചുകൊണ്ട് ആ നിലക്ക് തൗഹീദിൽ കലർപ്പുണ്ടാക്കിയ ഒരു ജനത, മുശ്രിക്കെന്നും ജാഹിലുകളെന്നുമൊക്കെ ചരിത്രം വിശേഷിപ്പിച്ച ഒരു ജനതയെ വിശുദ്ധ ഖുർആനാകുന്ന, അതുപോലെ തന്നെ റിസാലത്തിന്റെ വാഹകനായി കടന്നു വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ആ ജനതയെ ഏറ്റവും മാതൃകാപരമായ ഉന്നതമായ ശ്രേണിയിലേക്ക് അവരെ കൊണ്ടെത്തിക്കുവാൻ സാധിച്ചു എന്നുള്ളത് ചരിത്ര വായനയിലൂടെ നാം തിരിച്ചറിഞ്ഞ വസ്തുതയാണ്. ഇപ്പൊ ഇസ്ലാമിന്റെ പ്രാരംഭം, അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനതയുടെ നുബുവത്തിന് ശേഷമുള്ള ആ ഒരു ഇസ്ലാമിന്റെ വളർച്ച, രഹസ്യ പ്രബോധന കാലഘട്ടത്തിലും അത് പരസ്യ പ്രബോധനത്തിലേക്ക് കടന്നു വന്നപ്പോഴുണ്ടായ പീഡന മുറകളും പ്രയാസപ്പെടുത്തലുകളും ഒക്കെ നാം മനസ്സിലാക്കിയവരാണ്. തുടർന്ന് ഇസ്ലാമിനൊരൽപ്പം ഇസ്സത്തും അനൽപമായ സ്വഹാബാ കിറാമിന്റെ പിൻബലവും ഒക്കെ ലഭിക്കുന്നത് മദീന മണ്ണിൽ വെച്ചാണ്. ആ സ്വഹാബികളുടെ അൻസ്വാരി സമൂഹത്തിന്റെ അവർണ്ണനീയമായ ത്യാഗോജ്ജലമായ പ്രവർത്തന ഫലമായി ഇസ്ലാമിന് സുസ്ഥിരമായ ഒരു അവസ്ഥയുണ്ടായി. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ ആ ജഹാലത്തിൽ കഴിഞ്ഞുകൂടിയിരുന്ന, സകല അന്ധകാരത്തിലും കഴിഞ്ഞുകൂടിയിരുന്ന ഒരു ജനതയിൽ നിന്ന് ഇത്തരം ആശയങ്ങളും ഇസ്ലാമിന്റെ ധാർമ്മികമായ ആശയങ്ങളും അള്ളാഹുവിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ആ ദഅവാ പ്രവർത്തനങ്ങളും ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടായ ജനതയുടെ വലുപ്പവും പെരുപ്പവും നമുക്കറിയാം. തുലവും കുറവായ എണ്ണത്തിലും വണ്ണത്തിലും ആൾബലം കൊണ്ടും സംഘബലം കൊണ്ടുമൊക്കെ വളരെ കുറവായിരുന്ന ഒരു ജനത അങ്ങനെ തുടങ്ങി. അതിന് വല്ലാത്ത വിശാലതയും വിസ്തൃതിയും ഉണ്ടായി പല രാജ്യങ്ങളിൽ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലഘട്ടത്തിൽ പറഞ്ഞ ഒരു വാക്കുണ്ട്. നബിയുടെ ഹദീസുകൾ പരിശോധിക്കുന്ന സമയത്ത് അവിടെ കാണാൻ കഴിയുന്ന നബി തങ്ങൾ പറഞ്ഞ ഒരു വാക്യം, ഈ കാലഘട്ടത്തിൽ ആ ഹദീസിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മളൊരു പരിശോധന പഠന വിധേയമാക്കുകയാണ് എങ്കിൽ വളരെ അർത്ഥവത്തായ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ കാര്യം ഇന്ന് പുലരുകയാണോ എന്ന് നാം ഒരു വേള ആലോചിക്കേണ്ടതാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാലഘട്ടത്തിൽ പറഞ്ഞത് എന്താണ്? ബദഅൽ ഇസ്ലാമു ഗരീബൻ വസയഊദു ഗരീബൻ കമാ ബദഅ. അതെ, ഇസ്ലാമിന്റെ ആരംഭമുണ്ടായത് ഗരീബായ അവസ്ഥയിലാണ്. നന്നേ കുറവായിരുന്നു ആളുകൾ, പ്രയാസങ്ങളായിരുന്നു, പ്രതിസന്ധികളായിരുന്നു. അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ടുവന്ന ആ ഒരു പ്രക്രിയ, അതാണ് ബദഅൽ ഇസ്ലാമു ഗരീബൻ, ആൾബലം കൊണ്ട് കുറവായി അങ്ങനെ തുടങ്ങിയ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് വസയഊദു ഗരീബൻ കമാ ബദഅ, എങ്ങനെയാണോ തുടങ്ങിയത് ആ രൂപത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു കാലഘട്ടം വരുമെന്നാണ്. ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങളെ അതെല്ലാം പാടെ അവഗണിച്ച്
അതിന് ആളുകളുടെ പിൻബലമില്ലാതെ, ആളുകൾ ആ ആശയങ്ങളെ ഉൾക്കൊള്ളാതെ തന്നിഷ്ടപ്രകാരം കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം സമൂഹത്തിൽ സംജാതമാകുമെന്നാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറഞ്ഞൊരു വാക്യമുണ്ട്, എക്കാലഘട്ടത്തിലും ഈ സത്യത്തിന്റെ വാഹകരെ സംബന്ധിച്ചിടത്തോളം അവർ നന്നേ കുറവാണെങ്കിൽ, സത്യത്തിന്റെ വാഹകർ കുറവായിരിക്കും. ജനങ്ങൾ എത്ര തന്നെ ആൾപ്പെരുപ്പവും അതുപോലെ തന്നെ ഭൂരിപക്ഷവും ഒക്കെ അതിനെ പിന്താങ്ങി പോകുമ്പോഴും ഒരു ന്യൂനപക്ഷം ഉണ്ടാകും. ആ ന്യൂനപക്ഷം എന്നും എക്കാലവും ഏത് കാലഘട്ടത്തിലാവട്ടെ അവർ ഇസ്ലാമിന്റെ തനിമയാർന്ന ആശയ ആദർശങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരായിരിക്കും എന്നുള്ളതാണ്. അവരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫതൂബ ലിൽ ഖുറബ, ഫതൂബ ലിൽ ഖുറബ. അന്ന് നാട് മോശമാകുമ്പോ, സമൂഹം മോശമാകുമ്പോ, അള്ളാഹുവിനെ വിട്ട് അവന്റെ പടപ്പുകളിലേക്ക് ചേക്കേറുന്ന സാഹചര്യത്തിൽ അതാ ഒരു പറ്റം ആളുകൾ, ന്യൂനപക്ഷമാണവർ, ഫതൂബ ലിൽ ഖുറബ, ആ ഖുറബാക്കൾക്ക് മംഗളം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അവരാണ് അക്കാലഘട്ടത്തിലെ ആശംസക്ക് വിധേയരായ അള്ളാഹുവിന്റെ പ്രവാചകരുടെ ആ ആശംസാ വചനത്തിന് അർഹരായവർ അവരാണ് എന്നാണ്. സ്വഹാബത്ത് ചോദിച്ചു, വമിനിൽ ഖുറബാ യാ റസൂലല്ലാഹ്, പ്രവാചകരെ ആരാണ് ഈ ഖുറബാക്കൾ? അങ്ങവിടുന്ന് പറഞ്ഞ ഖുറബാക്കൾ, അക്കാലഘട്ടത്തിലെ ഖുറബാക്കൾ ആരാണ്? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത്, നാസുൻ സ്വാലിഹൂന ഖലീൽ, നാസുൻ സ്വാലിഹൂൻ, സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരാണ്. അവരുടെ എണ്ണബലം, അവരുടെ എണ്ണമാണ്, അല്ലെങ്കിൽ അവരുടെ ആധിക്യത്തെ കുറിച്ച് നബി പറഞ്ഞത് ഖലീൽ എന്നാണ്, വളരെ കുറവായിരിക്കും. സമൂഹത്തിൽ എമ്പാടും ആളുകൾ തിന്മയുടെ വക്താക്കളാകുമ്പോ, ഷിർക്കിന്റെയും കുഫ്റിന്റെയും പ്രചാരകരും പ്രവർത്തകരുമാകുമ്പോ അവിടെ യഥാ ഖുറബാക്കൾ അവിടെ ജനിക്കുകയാണ്, അവരുണ്ടാകുന്നു. അവർ ആരായിരിക്കും? സ്വാലിഹീങ്ങളാണ്. അതോടൊപ്പം അവർ നന്നേ കുറവായിരിക്കും, ആൾബലം കൊണ്ടും സംഘബലം കൊണ്ടും അവർ കുറവായിരിക്കുമെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദീനിന്റെ യഥാർത്ഥ മാർഗത്തിൽ എന്നും അടിയുറച്ചു നിൽക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. അധിക ആളുകളും ദീനിന്റെ ആശയങ്ങളെ കോട്ടിമാട്ടി അതിനെ വികലമാക്കി ചിത്രീകരിക്കുകയും ആ ഒരു രൂപത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നവരാണ് സമൂഹത്തിന്റെ ഭൂരിഭാഗം ആളുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, നമ്മൾ ഈ കാലഘട്ടത്തിൽ ഈ ഹദീസിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ സമൂഹത്തിന്റെ ഒരു പശ്ചാത്തലവും അവരുടെ ആ ഒരു സാഹചര്യങ്ങളും നമ്മളൊന്ന് പരിശോധിക്കൽ അനിവാര്യമാണ്. നമുക്കറിയാം, ഇസ്ലാമിന്റെ പ്രഥമമായ തത്വം, പ്രഥമമായ ആശയം അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. രണ്ട് ഷഹാദകളാണ്. നമ്മളൊക്കെ ഷഹാദത്ത് ഉച്ചരിക്കുകയും മനസ്സുകൊണ്ടും അതുപോലെ തന്നെ ജീവിത പ്രവർത്തനങ്ങൾ കൊണ്ടും സാക്ഷ്യപ്പെടുത്തുമെന്ന് അല്ലാഹുവോട് പറഞ്ഞവരാണ് നമ്മൾ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒന്നാമത്തെ സാക്ഷ്യവചനം അതാണ്. ഞാൻ സാക്ഷിയാണ് പടച്ചോനെ, ഞാൻ എൻ്റെ ജീവിതം കൊണ്ടും എൻ്റെ നിലപാടുകൾ കൊണ്ടും എൻ്റെ സ്വഭാവം കൊണ്ടും ഞാൻ തെളിയിക്കാൻ സന്നദ്ധനാണ് പടച്ചോനെ. എന്താണത്? അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അള്ളാഹു മാത്രമേ ആരാധനയ്ക്ക് അർഹനായുള്ളൂ. എൻ്റെ റബ്ബ് എന്നെ സൃഷ്ടിക്കുകയും എന്നെ സംവിധാനിക്കുകയും എൻ്റെ നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുകയും എല്ലാം ചെയ്യുന്ന ഖാലിഖും റാസിഖുമായ അള്ളാഹു അവനായിരിക്കെ അവന് മാത്രമേ ഞാൻ ആരാധ്യനായി സ്വീകരിക്കുകയുള്ളൂ എന്ന ഒന്നാമത്തെ ഷഹാദത്തിന്, ആ ഷഹാദത്തിന് സാക്ഷികളായവരാ നമ്മൾ. രണ്ടാമത്തെ ഷഹാദ എന്താ? വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണ്, റിസാലത്തുമായി കടന്നു വന്ന അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ജീവിതം കൊണ്ട്, എൻ്റെ സ്വഭാവം കൊണ്ട്, എൻ്റെ പെരുമാറ്റം കൊണ്ട്, എൻ്റെ ഇടപാടുകൾ കൊണ്ട് എല്ലാം ഞാൻ അത് തെളിയിക്കും പടച്ചോനെ എന്ന് പറയുകയും, എന്നാൽ ഘടകവിരുദ്ധമായ അള്ളാഹുവിന് പുറമെ ശരീക്കുകളെ സ്വീകരിച്ച്, നിദ് സ്വീകരിച്ച്, പകരക്കാരെ സ്വീകരിച്ച് പോകുന്ന ആ ഒരു സ്ഥിതിവിശേഷം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കുക. ഇല്ല എന്ന് പറയുക അസാധ്യമാണ്. കാരണം എവിടെയും എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും നമ്മൾ ആശ്രയിക്കുന്നത് സമൂഹത്തിൽ മിക്ക ആളുകളും ആശ്രയിക്കുന്നത് പടച്ചവനെ വിട്ട് പടപ്പുകളിൽ ആശ്രയിക്കുന്ന ഒരു സാഹചര്യം വളരെ കൂടുതലായി
നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോ അവിടെയും നമ്മുടെ നാമധേയം ഇസ്ലാമാണ്, മുസ്ലിമാണ് എന്നുള്ളതാണ് അപഹാസ്യകരമായ ഒരു കാര്യം എന്നുള്ളത്. അവിടെയാണ് ഈ ഹദീസിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഇക്കാര്യം വിലയിരുത്തേണ്ടുന്നത്. ഇസ്ലാമിന്റെ പ്രഥമമായ തത്വം, ആ തൗഹീദ് പോലും ഇന്ന് വികലമാക്കുക, അതിന് ആളുകൾ കൂടുക എന്നുള്ളതാണ്. അതിനായിരിക്കും ഭൂരിപക്ഷം ആളുകൾ ഉണ്ടാവുക എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്കുണ്ട്, മയ്യഅസീഹിം അക്തറു മിമ്മൻ യുതീഉഹും. ഈ ഖുറബാക്കളെ അനുസരിക്കുന്ന, അതായത് സത്യത്തിന്റെ പാതയിൽ നിൽക്കുന്ന ആ ചെറിയ സംഘമുണ്ടല്ലോ, അവരെ അനുസരിക്കുന്നവർ നന്നേ കുറവായിരിക്കും, അവരോട് എതിർപ്പുള്ളവരായിരിക്കും കൂടുതൽ എന്നാണ്. അതായത് തൗഹീദ് പറയുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് അടിയുറച്ചു നിൽക്കുന്ന, ഇസ്ലാഹിന്റെ മേഖലയിൽ രംഗത്ത് ഇടറാതെ പിടിച്ചു നിൽക്കുന്ന ആളുകൾ കുറവാണ് എന്നും, ആ കുറവായ ആളുകൾ, ഖുറബാക്കളായിട്ടുള്ള ആളുകൾ സമൂഹത്തോട് യാഥാർത്ഥ്യം പറയുമ്പോ, ഹക്ക് പറയുമ്പോ അതിനെ എതിർക്കുന്നവരായിരിക്കും മറുപക്ഷത്തുള്ള ഭൂരിപക്ഷം ആളുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മയ്യഅസീഹിം അക്സർ, ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടാവുക ഈ സത്യം പറയുന്ന ആളുകളെ നിരാകരിക്കാനാണ്, അവരെ എതിർക്കാനായിരിക്കും. മിമ്മൻ യുതീഉഹും, അവരനുസരിക്കുന്നവർ കുറവായിരിക്കും എന്ന് നബി തങ്ങൾ അവിടുന്ന് പറയുകയുണ്ടായി. എന്തുകൊണ്ടാണ് സഹോദരന്മാരെ, എന്തുകൊണ്ടാണ് ഈ രൂപത്തിൽ ആളുകൾ ഹക്കിന്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത്? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഹക്കിന്റെ പാതയിൽ നിൽക്കുമ്പോഴൊക്കെ കുറെ പ്രയാസങ്ങൾ ഉണ്ടാകും, ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് പല ആളുകളും ഈ മേഖല കൈയൊഴിഞ്ഞുകൊണ്ട് ലാഭകരമായ അവസ്ഥയിലേക്ക് ലാഭം തേടിപ്പോവുക മനുഷ്യന്മാര്. അപ്പൊ പടച്ചോനെ വിടും. അതാണല്ലോ അവിടുന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, യബിഉ ദീനഹു ബിഅറദിൻ മിനദ് ദുനിയ. ദുനിയാവിന്റെ വളരെ ദുർബലമായ നൈമിഷികമായ വിഭവങ്ങൾക്ക് വേണ്ടി ദീനിനെ കച്ചവടവൽക്കരിക്കുന്ന ആളുകൾ. ഇന്നതല്ലേ അവസ്ഥ? സമൂഹത്തിൽ മതത്തെ വിറ്റ് കാശാക്കുന്ന ആളുകൾ, എന്തിനും ഏതിനും പടപ്പുകളുടെ വിശ്വാസ ദൗർബല്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട്, ആ അർത്ഥത്തിൽ വിശ്വാസ വൈകല്യങ്ങളെ മുതലെടുത്തുകൊണ്ട് അത് കച്ചവടമാക്കി മാറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതിനെതിരെയാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലയളവിൽ ആ സമൂഹത്തിൽ എടുത്ത അധ്വാനം മുഴുവൻ. പക്ഷേ ആ ഒരു ബോധമില്ലായ്മ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അനുദിനം ശിർക്കൻ പ്രവർത്തനങ്ങളും അതിന്റെ പ്രചാരക മേഖലകളിലുമൊക്കെ തന്നെ ആളുകൾ വിഹരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അവിടെയാണ് ഏതൊരു ചെളിക്കുണ്ടിലും ഉണ്ടാകുമല്ലോ, ഏതൊരു മലീമസമായ സ്ഥലത്തും ഉണ്ടാകുമല്ലോ പച്ചപ്പ് നിറയുന്ന ചില കതിരുകൾ ഇങ്ങനെ പൊടുന്നനെ വളർന്നു വരുന്നത് കാണുവാൻ സാധിക്കും. അതുപോലെയാണ് ഖുറബാക്കളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫതൂബ ലിൽ ഖുറബ. സമൂഹം എത്ര മോശമായാലും ന്യൂനപക്ഷം വരുന്ന ചിലരുണ്ട്, അവർ ഖുറബാക്കളാണ്, അവരുടെ ഭാഗത്തായിരിക്കും ശരി, അവരുടെ ഭാഗത്തായിരിക്കും ഹക്കുണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മളാവേണ്ടത് ഈ ഖുറബാക്കളിൽ ഉൾപ്പെടാനാണ്. ഈ ഖുറബാക്കൾ എന്ന് പറയുന്നത് ബൽ അൻതും യൗമൈദിൻ കസീർ, അന്ന് ആൾപ്പെരുപ്പം എമ്പാടുണ്ടാകും. ഒരുപാട് മുസ്ലിം എന്ന് പറഞ്ഞാൽ ആ നാമത്തിൽ അറിയപ്പെടുന്ന ഒരുപാടുണ്ടാകും. ഒരു സ്വഹാബി ചോദിക്കുന്നുണ്ടല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, എന്തേ നബിയെ ആ കാലഘട്ടത്തിൽ ആൾക്കാർ കുറവായിരിക്കുമോ, മുസ്ലിമീങ്ങൾ കുറവാകുമോ? അല്ല, നബി തങ്ങൾ പറഞ്ഞത് ബൽ അൻതും യൗമൈദിൻ കസീർ, അന്ന് ആൾക്കാർ ഒരുപാടുണ്ടാകും, മുസ്ലിങ്ങൾ എമ്പാടുണ്ടാകും. പക്ഷേ വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ, ഒലിച്ചു പോകുന്ന ഒഴുക്കിൽ അടിഞ്ഞുകൂടുന്ന ചണ്ടികളെ പോലെ ഒന്നിനും കൊള്ളാത്തൊരു വിഭാഗം ആളുകളായിരിക്കും ആ കാലഘട്ടത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ ഹദീസിനെയും മുൻനിർത്തി നമ്മൾ സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളെ, ഇന്നത്തെ സാഹചര്യങ്ങളെ ഒന്ന് വിലയിരുത്താൻ, നമ്മളൊരു പരിശോധന നടത്താൻ നമ്മൾ തയ്യാറാവണം. വെറും ചണ്ടികളായ, ഒന്നിനും കൊള്ളാത്ത, നാമം കൊണ്ട് മുസ്ലിമും മുഹമ്മദും മുസ്തഫയും ഒക്കെയായി കഴിയുന്നവരാകാനല്ല ഇസ്ലാം ആഗ്രഹിക്കുന്നത്. മറിച്ച് ഇസ്ലാമിന്റെ സ്വച്ഛമായ സുന്ദരമായ ആദർശത്തെയും ആശയങ്ങളെയും
ജീവിത നിലപാടുകളായി കൊണ്ട് നടക്കുന്നവനാവണം. അങ്ങനെയുള്ളവരാണ് ഖുറബാക്കൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അത്തരം ആളുകൾക്കാണ് അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞതുപോലെ, വിശുദ്ധ ഖുർആൻ സൂറത്തുർ റഅദിൽ പറഞ്ഞതുപോലെ, തൂബാ ലഹും വഹുസ്നു മആബ്, അവർക്കാണ് മംഗളം, അവർക്കാണ് ആശംസ. വഹുസ്നു മആബ്, ഏറ്റവും നല്ല പര്യവസാനം, സംഗമ കേന്ദ്രം, അവർക്ക് ചെന്നെത്തുവാനുള്ള സങ്കേതം, ഏറ്റവും മഹത്തരമായത് ആ വിഭാഗം ആളുകൾക്കാണ് എന്നാണ്. ആ ഖുറബാക്കളിൽ നമ്മൾ ഉണ്ടോ എന്ന പരിശോധനയാണ് നാം നടത്തേണ്ടുന്നത്. ആ ഖുറബാക്കളുടെ പ്രത്യേകതയായി പറഞ്ഞത് തമസ്സുകുഹും ബിസ്സുന്ന, സുന്നത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരായിരിക്കുമെന്നാണ്. അതാണ് അവരുടെ ഒരു ഏറ്റവും വലിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെ, അള്ളാഹുവിന്റെ ദിവ്യ സന്ദേശത്തെ ജീവിതത്തിന്റെ നിലപാടുകളായി കൊണ്ടു നടക്കുന്ന ആളുകൾ, അതൊരൽപ്പം പ്രയാസകരമാണ്, ഒരൽപ്പം ശ്രമകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് ഭൂരിപക്ഷം ഇങ്ങനെ ജീവിക്കുമ്പോൾ അതിനിടയിൽ പടച്ചോനെ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ മുറുകെ പിടിച്ച് ജീവിക്കുക എന്ന് ചിന്തിക്കുന്നവരധികവും അല്ല. അങ്ങനെ ഈ ബഹുഭൂരിപക്ഷം വരുന്ന ഇത്തരം ആളുകൾ, ബാത്തിലിന്റെ ആളുകൾക്കിടയിൽ ഹക്കിന്റെ വാഹകരായി കഴിഞ്ഞുകൂടേണ്ടവരാ നമ്മൾ. പ്രയാസങ്ങൾ ഉണ്ടാകും, ഞെരുക്കങ്ങളും കുത്തുവാക്കുകൾ സമൂഹത്തിൽ നിന്ന് കേൾക്കേണ്ടി വരും. അതാണല്ലോ നബി തങ്ങളും പറഞ്ഞത്, ജനങ്ങളിൽ ഒരു കാലം വരാറുണ്ട്, അതെ, അന്ന് ദീനിനെ മുറുകെ പിടിക്കുന്നവൻ കനൽക്കട്ട, തീക്കട്ട കയ്യിൽ പിടിക്കുന്നവനെ പോലെ അത്രമേൽ പ്രയാസകരമായിരിക്കും അവരുടെ ജീവിതം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഹക്കിന്റെ പാതയിൽ നിൽക്കുമ്പോൾ സമൂഹത്തിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഏൽക്കേണ്ടി വരും, പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വരും, കുത്തുവാക്കുകൾ ഏൽക്കേണ്ടി വരും. അതൊന്നും സഹിക്കാനാകൂല, അതൊന്നും കേൾക്കാനാവൂല. എന്നാൽ ഞാൻ മുസ്ലിമാണ് താനും, ആ നിലപാട് വിശ്വാസികളുടേതല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അൽ മുഅ്മിനുല്ലദീ യുഖാലിത്തുൻ നാസ്, ജനങ്ങളുമായി ഇടകലർന്ന് ആ രൂപത്തിൽ ആശയ ആദർശങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കേണ്ടവനാണ്. എന്നാൽ സമൂഹത്തിൽ നിന്ന് പിന്മാറാൻ പാടില്ല. ഞാനൊരു സ്വാലിഹാവാൻ എളുപ്പമാണ്, ഞാനും എൻ്റെ കർമ്മങ്ങളും ആരാധനകളും എൻ്റെ നിഷ്ഠകളുമായി എനിക്ക് മുന്നോട്ട് പോയാൽ മതി, ഒരു പ്രശ്നമില്ല, സ്വാലിഹാവാൻ ഒരു പണിയുമില്ല. പക്ഷെ നാം ആവേണ്ടുന്നത് വെറും സ്വാലിഹീങ്ങളല്ല, മുസ്ലിഹീങ്ങളാവണം. മുസ്ലിഹ് എന്ന് പറഞ്ഞാൽ ഇസ്ലാഹി പ്രവർത്തകരാവണം. ഇസ്ലാഹി പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വിഭാഗത്തിന് മേൽ ചാർത്തപ്പെട്ട നാമമല്ല. സ്വാലിഹും മുസ്ലിമും ആവേണ്ടവരാ നമ്മൾ. ഞാൻ ഒരു വേള സ്വാലിഹാകുമ്പോ, സൽക്കർമ്മിയാകുമ്പോ, സച്ചരിതനായി ജീവിക്കുമ്പോ അപ്പുറത്ത് ഞാൻ ആവേണ്ടുന്ന ഒരു മറുഭാഗമുണ്ട്, മുസ്ലിഹ്, ഇസ്ലാഹി പ്രവർത്തകനാവണം എന്ന് പറഞ്ഞാൽ നവോത്ഥാനത്തിന്റെ ഹക്കിന്റെ പാതയിൽ നടക്കുന്നതോടൊപ്പം അത് ആളുകളിലേക്ക് എത്തിക്കുക, ആ ഒരു കർമ്മം കൂടി ചെയ്യുമ്പോഴാണ് നമ്മൾ മുസ്ലിഹീങ്ങളാകുന്നത്. അവരെ പറ്റിയാണ് ഖുറബാക്കൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. സഹോദരന്മാരെ, സഹോദരിമാരെ, ആൾപ്പെരുപ്പമോ ഭൂരിപക്ഷം അങ്ങനെയാണല്ലോ, അവരിങ്ങനെയാണോ, ഇത്രയും ആൾക്കാർ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ? ഈ കാഴ്ചപ്പാട് തീരെ ശരിയല്ല. ഇത് ശരിയല്ല. ഖുർആൻ പറയ സൂറത്തുൽ അൻആമിൽ ആമുഖമായി കേൾപ്പിച്ചത് 116-ാമത്തെ ആയത്ത് നിങ്ങൾ ഒന്ന് പരിശോധിക്കുക, അതിന്റെ തഫ്സീർ വായിക്കുക. എന്താണ് അതിലൂടെ അള്ളാഹു പറയുന്നത്? നബിയെ, വഇൻ തുതി അക്സറ മൻ ഫിൽ അർദ്, ഭൂമിയിലുള്ള ഭൂരിപക്ഷത്തെയാണ് താങ്കൾ അനുസരിക്കുന്നത് എങ്കിൽ യുദില്ലൂക അൻ സബീലില്ലാഹ്, അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചു കളയും. ഖുർആൻ അർത്ഥശങ്കക്ക് വകയില്ലാത്ത വിധം, ഒരു സംശയത്തിന്റെയും ഒരു അംശം പോലുമില്ലാതെ ഖുർആൻ കൃത്യമായി പറയുന്നു, വഇൻ തുതി അക്സറ മൻ ഫിൽ അർദ് യുദില്ലൂക അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ താങ്കൾ ഭൂരിപക്ഷത്തനുസരിക്കാൻ നിന്നാൽ, അവര് പറയുന്നത് അവരോട് അഡ്ജസ്റ്റ്മെന്റിന്റെ ഒരു സമീപനം സ്വീകരിച്ചാൽ, നമുക്കറിയാലോ മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം കഅബാലയത്തിന്റെ അരികിൽ വെച്ച് നബിയോട് അവർ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി അവര് വിളിക്കുന്നുണ്ട് നബിയെ. എന്താണ്? ഞങ്ങൾ വിളിക്കുന്ന വദ്ദിനെയും സുവാഇനെയും, ഞങ്ങൾ വിളിക്കുന്ന ലാത്തയെയും മനാത്തിനെയും ഒക്കെ ഒന്നും വേണ്ട, ഒന്ന് അഭിസംബോധന ചെയ്താൽ മതി മുഹമ്മദേ. നീ ആരാധിക്കുന്ന അല്ലാഹുവിനെ മാത്രം ഞങ്ങൾ ആരാധിക്കാം. പക്ഷേ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ്. എന്താണത്? ഞങ്ങൾ വിളിച്ചു തേടുന്ന ലാത്തിനെയും മനാത്തിനെയും ഒക്കെ ഒന്ന് അഭിവാദ്യം ചെയ്താൽ മതി, പ്രാർത്ഥിക്കണം എന്ന് പറയുന്നില്ല. എന്താ അള്ളാഹു പറഞ്ഞത്?
അള്ളാഹു നിലപാട് വ്യക്തമാക്കാൻ പറഞ്ഞു. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, അല്ലയോ നിഷേധികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, ഞാൻ ആരാധിക്കുന്നതിനെ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ഒരിക്കലും ആരാധിക്കാൻ ഒരു അഡ്ജസ്റ്റ്മെന്റിനും ഞാൻ തയ്യാറല്ല. അത് ഭൂരിപക്ഷമാണെങ്കിലും വലിയ ആളുകളാണെങ്കിലും ശരി, സ്വന്തം കുടുംബമാണെങ്കിലും ശരി, ഇല്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ഒരു ലെവലേശം പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. ഒരിക്കലും ഞാൻ അള്ളാഹുവിനെ കൈയൊഴിയുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറയാനും പ്രഖ്യാപിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഭൂരിപക്ഷം, അത് അങ്ങനെയുള്ള പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഭൂരിപക്ഷം കുറെ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിയാകുമെന്ന. എന്നാ ഖുർആൻ പറയാണ് ഭൂരിപക്ഷത്തിന്റെ നിലപാടുകളെ, അവര് ഊഹങ്ങളെ പിൻപറ്റുന്നതാണ്. അതായിരിക്കും ശരി, ഇന്നതാകും ശരി, അങ്ങനെ തേടിയാൽ എന്താ കുഴപ്പം, ഇങ്ങനെ ചോദിച്ചാൽ എന്താ പ്രശ്നം, അങ്ങനെ ചെയ്താൽ എന്താ ബുദ്ധിമുട്ട്, ഈ രൂപത്തിലുള്ള നിലപാടുകൾ അവർ വന്നുകളെ മാത്രമാണ്, ഊഹങ്ങളെ മാത്രമാണ് പിൻപറ്റുന്നത്. അവരിങ്ങനെ പലതും അനുമാനിക്കുകയാണ്. അത് ശരിയാകും, ഇത് ശരിയാകും, അത് കുഴപ്പമില്ലല്ലോ, അത് എന്താ പ്രശ്നം, ഈ രൂപത്തിലുള്ള അനുമാനങ്ങളാണ് ഭൂരിപക്ഷത്തിന്റെ നിലപാട് എങ്കിൽ ഉറബാക്കളുടെ നിലപാട് ന്യൂനപക്ഷമാണവർ, പാവപ്പെട്ടവരാണവർ. പക്ഷെ അവരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ക്വാളിറ്റി, അവർ ഹക്കിന്റെ പാതയിലാകും എന്നുള്ളതാണ്. അവർക്കാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുക. ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനു ഫിൽ ഹയാത്തിദ് ദുനിയ വയൗമ യഖൂമുൽ അഷ്ഹാദ്. നാളെ സാക്ഷി പറയുന്ന ദിവസത്തിലാണെങ്കിലും ഈ ദുന്യവിയായ ലോകത്താണെങ്കിലും ഈ ഈമാനിന്റെ വക്താക്കൾ അവരെ അള്ളാഹു സഹായിക്കും. നമ്മുടെ ദൂതന്മാരെയും ഇങ്ങനെ ആ ദൂതന്മാരെ പിൻപറ്റി ജീവിക്കുന്ന സ്വാലിഹീങ്ങളായിട്ടുള്ള മുഅ്മിനീങ്ങളെയും സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, സഹോദരന്മാരെ, സഹോദരിമാരെ, എന്ത് തന്നെയാണ് എങ്കിലും ഈ ഒരു ആദർശത്തിൽ നിന്ന്, ഹക്കിന്റെ പാതയിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാതെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന വാക്കിനെ നാം നെഞ്ചോട് ചേർത്ത് മനസ്സറിഞ്ഞ് പറയുകയും, ഹിദായത്ത് തന്നതിന് ശേഷം പടച്ചോനെ തെറ്റിക്കല്ലേ എന്ന പ്രാർത്ഥന നമ്മൾ ആ പ്രാർത്ഥന ജീവിതത്തിലുടനീളം പുലർത്തിപ്പോരുക. നമ്മൾ അള്ളാഹുവോട് തേടിക്കൊണ്ടിരിക്കുക. ഹിദായത്തിന്റെ മാർഗത്തിൽ ആളുകൾ കുറവാണെങ്കിലും അതാണ് ഹക്കിന്റെ പാതയെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ നമ്മൾ അധ്വാനിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം യഥാർത്ഥ വിശ്വാസികളിൽ, മുവഹിദുകളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.